വിജയ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, യുദ്ധം ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിലേക്ക് കടക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. അസർബൈജാനിൽ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് ഓസ്ട്രേലിയയും യുദ്ധത്തിലേക്ക് പ്രവേശിച്ചു എന്നുള്ളതാണ്. ദോഹയിൽ സ്ഫോടനം നടന്നിരിക്കുന്നു എന്നുള്ള മറ്റൊരു വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇറാനും യു എസ് ഇസ്രായേൽ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം ഇപ്പോൾ വിനാശകരമായിട്ടുള്ള വഴിത്തിരിവിലെത്തിയിരിക്കുന്നു എന്നാണ് പ്രധാനമായിട്ടും ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 5 ദിവസത്തിനുള്ളിൽ 1100-ലധികം ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. സംഘർഷത്തിന്റെ തീജ്വാലകൾ ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും വ്യാപിച്ചിരിക്കുന്നു എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അത് നമുക്കറിയാം. അസർബൈജാനിൽ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തി വിമാനത്താവളം ലക്ഷ്യമിട്ടു. ദോഹയിൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് നൽകാൻ പറ്റുന്ന വാർത്ത. ഇറാന്റെ യുദ്ധത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അസർബൈജാനെ ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമിച്ചു. റിപ്പോർട്ട് അനുസരിച്ച് അസർബൈജാനിലെ നഖിച്ചേവൻ വിമാനത്താവളം ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമിക്കപ്പെട്ടു. ഈ ആക്രമണത്തിൽ സാധാരണക്കാർക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ യുദ്ധം ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ഇതൊരു ലോകമഹായുദ്ധമായി പരിണമിക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഈ യുദ്ധം തുടങ്ങുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ ഈ ഇറാൻ വിഷയം ചർച്ച ചെയ്ത് തുടങ്ങിയതാണ് എന്നാണ് എന്റെ വിശ്വാസം, അല്ലേ? യുദ്ധം തുടങ്ങിയതിന് ശേഷം അല്ല നമ്മൾ ഇറാൻ വിഷയം. അന്നൊക്കെ നമ്മൾ ഇതിന്റെ എല്ലാ പൊളിറ്റിക്കൽ വശവും ചർച്ച ചെയ്തു. അന്ന് നമ്മളിവിടെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഇത് ഇറാനിൽ മാത്രം ഒതുങ്ങില്ല, ലോകം മുഴുവൻ ഇത് വ്യാപിക്കും, ഇത് എല്ലാവരെയും കൂടെ ഒരിക്കലും വലിച്ച് അതിനകത്ത് ഇടും. ആദ്യം നമ്മൾ പറഞ്ഞു റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ എല്ലാവരെയും കൂടെ വലിച്ചതിലിടും. രണ്ടാമത്തെ കാര്യം നമ്മൾ ഇത് മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു ഇവരെല്ലാം വലിച്ചിടും. ഇപ്പൊ നമ്മൾ കാണുന്ന കാഴ്ച അതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇന്ത്യയെ സംബന്ധിച്ച് ഉള്ളിന്റെ ഉള്ളിൽ സന്തോഷിക്കാൻ ചില കാര്യങ്ങൾ ഇതിൽ നടക്കുന്നുണ്ട്. ഒന്ന്, തുർക്കിക്കെതിരെ ഒരു ആക്രമണം ഇറാൻ നടത്തിയിരുന്നു. അത് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഒരു ബദ്ധവൈരികളുടെ ലിസ്റ്റിലുള്ള രാജ്യമാണ് തുർക്കി. രണ്ടാമത്, പാകിസ്ഥാൻ ഇപ്പോൾ ഇറാനെതിരെ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പാകിസ്ഥാനും അടിമേടിക്കും എന്നുള്ള ഒരു ഒരു ഇതിലാണ് ഇന്ത്യ ഇരിക്കുന്നത്. മൂന്നാമത്, ഈ അസർബൈജാൻ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയെ സിന്ദൂറിന്റെ സമയത്ത് പാകിസ്ഥാന് പിന്തുണ കൊടുത്ത ഒരു രാജ്യമാണ്. അവരും ഇപ്പോൾ അടിമേടിച്ചിരിക്കുന്നു. ഇവിടെ ഞാൻ അകത്ത് ഞാൻ കാണുന്ന കാര്യം, അതായത് ഈ പുറമേ ഉള്ള യുദ്ധമല്ല, അകത്ത് ഞാൻ കാണുന്ന കാര്യം, ഇവിടെ ഇറാൻ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. കാരണം അസർബൈജാനും റഷ്യയുമായി അത്ര നല്ല ബന്ധത്തിലല്ല, അസർബൈജാനും UK-യുമായി അത്ര നല്ല ബന്ധത്തിലല്ല. അപ്പോൾ ഈ ഇറാൻ ആക്രമണം തുടങ്ങി മിഡിൽ ഈസ്റ്റിലെ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ആദ്യം ആക്രമണം തുടങ്ങിയെങ്കിലും പിന്നീട് ആ ആക്രമണം നേരെ പോയി UK-യിലെ നേർക്കാണ്. UK പ്രത്യക്ഷത്തിൽ ഈ യുദ്ധത്തിലില്ല, അവർ യുദ്ധത്തിൽ അറ്റാക്കിലില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അവരവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷെ ഇതിനകത്തില്ല, നേരിട്ടില്ല, അവരില്ല എന്ന് പോകുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ ഫ്രാൻസിന് നേരെ സ്പെയിനിന് നേരെ ഒക്കെയുള്ള ആക്രമണത്തിന് ശ്രമങ്ങളും ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. തുർക്കി ആക്രമിക്കുന്നു, നാറ്റോ രാജ്യമാണ്. ഇവിടെ എല്ലാം ഉണ്ട്. ഇവിടെ എല്ലാം നമ്മൾ നോക്കുമ്പോൾ റഷ്യയുടെ ഒരു ഇൻഫ്ലുവൻസ് ഈ ഇതിനകത്ത് ഇല്ലേ എന്ന് നമുക്ക് സംശയിക്കാം, വെറുതെ സംശയിക്കേണ്ടി വരും. കാരണം ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം റഷ്യ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ചില രാജ്യങ്ങളിലേക്കാണ്, മിഡിൽ ഈസ്റ്റിലല്ല, പുറത്ത് യൂറോപ്യൻ കൺട്രീസിലേക്ക് ഇപ്പോൾ ഇറാന്റെ ഒരു ആക്രമണം മുമ്പോട്ട് പോകുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഇപ്പോൾ ഇറാൻ യൂസ് ചെയ്യുന്ന ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ നിർമ്മിച്ചതല്ല, ചൈനയും റഷ്യയും സാങ്കേതിക സഹായം നൽകി നിർമ്മിച്ച ക്ലസ്റ്റർ ബോംബുകളാണ് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നു. ഇവിടെ ചൈനയുടെ ഒരു വലിയ സഹായം ഇറാൻ ഉണ്ട്, ഒരു പരസ്യമായ രഹസ്യവുമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇറാൻ രാജ്യങ്ങൾ കൂടുതൽ ഇടങ്ങളിലേക്ക് ഈ യുദ്ധം വ്യാപിപ്പിക്കുകയാണോ എന്നൊരു സംശയം ഇല്ലാതില്ല. ഇവിടെ ഇന്ത്യ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ പെട്ടുപോയി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമ്മുടെ ഈ 1 കോടിക്ക് അടുത്ത് വരുന്ന പ്രവാസികളുണ്ട്. ഈ പ്രവാസികളുടെ ജീവൻ വെച്ച് നമുക്ക് വിലപേശാൻ കഴിയില്ല. അതാണ് നമ്മുടെ ഒരു അവസ്ഥ. രണ്ടാമത്തെ കാര്യം, നമുക്ക് പ്രതിസന്ധി വരില്ല എന്നുള്ളത്. ഈ അവസരത്തിൽ നമുക്കൊരു സന്തോഷകരമായ വാർത്ത എന്ന് പറഞ്ഞാൽ നമുക്ക് ഊർജ്ജ പ്രതിസന്ധി വരില്ല, പെട്രോളിനും ഡീസലിനും വില കൂട്ടേണ്ടി വരില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അവസാനം കേൾക്കുന്ന വാർത്ത. കാരണം റഷ്യയുടെ ഓൾറെഡി ഇന്ത്യൻ മഹാസമുദ്രത്തില് 9.5 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ നിലവിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ട്. അപ്പോൾ റഷ്യ പറഞ്ഞിരിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് ഇന്ത്യൻ തീരത്തേക്ക് മാറ്റുമെന്നാണ്. 2-3 ആഴ്ച കൊണ്ട് ഇന്ത്യൻ തീരത്ത് എത്തും എന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ കയ്യിൽ ഇനി 25 ദിവസം കൂടെ ഒക്കെ നിൽക്കാനുള്ളതേ ഉള്ളൂ എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ക്രൂഡ് ഓയിലിന്റെ ശേഖരം അത് ഇപ്പോൾ 9.5 ദശലക്ഷം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ റഷ്യയുടെ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്ന 1.1 ദശലക്ഷം ബാരലാണ് പെർ ഡേ. നമ്മൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ടോട്ടലി ഒരു ദിവസം വാങ്ങുന്ന ക്രൂഡ് ഓയിലിന്റെ അളവെന്ന് പറഞ്ഞാൽ 2.7 ബാരലാണ്. ഇപ്പൊ 9.5 ദശലക്ഷം ബാരൽ എന്ന് പറയുമ്പോൾ ഒരു ബൾക്കായിട്ടുള്ള ഒരു ഓർഡർ. ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ബൾക്കായിട്ട് ഇത്രയും ഒരു ക്രൂഡ് ഓയിൽ ശേഖരം നമ്മൾ വാങ്ങിയെടുക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ ഒരുപാട് കാലത്തേക്ക്, ഒരു കുറഞ്ഞത് ഒരു 3-4 മാസത്തേക്കെങ്കിലും
നമുക്കത് ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാൻ ഇതാകും. മറ്റൊരു വലിയ നീക്കം കൂടി ഇതിന്റെ ഇടയിൽ നടക്കുന്നുണ്ട്. ഈ ഖത്തറും മറ്റുമൊക്കെ ഈ ഗ്യാസിന്റെ പ്രവർത്തനങ്ങൾ അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം നിർത്തിവെച്ചത് മൂലം ഇപ്പൊ നമ്മൾ ഗ്യാസും റഷ്യയുടെ നിന്ന് വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനൊരു കരാർ ഇപ്പൊ ഒപ്പിടാൻ പോവുകയാണ്, അടിയന്തരമായ ഒരു കരാർ ഒപ്പിടാൻ പോവുകയാണ്. ഈ സാഹചര്യത്തിൽ ഇനിയിപ്പോ ട്രംപ് താരിഫ് ഉയർത്തിയാലും കാര്യമില്ല, താരിഫ് ഉയർത്തിക്കോട്ടെ എന്നാണ് ഇന്ത്യയുടെ നിലപാട്. പിഴച്ചുങ്കം ചുമത്തിക്കോട്ടെ, കാരണം നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഊർജ്ജ പ്രതിസന്ധിയാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ വിഷയം. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ പ്രധാനമായിട്ടും ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അത് മാത്രമല്ല, ഇറാനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഈ ആയുധങ്ങൾ അയക്കുന്നു, ആക്രമിക്കുന്നു എന്ന് മാത്രമല്ല കൂടുതൽ രാജ്യങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നു, ഇതിലേക്ക് വലിച്ചിടുന്നു എന്നുള്ളതാണ്. ഇന്ത്യയെ സംബന്ധിച്ച് നമ്മളെ മുൾമുനയിൽ നിർത്തുന്ന, ഇല്ലെങ്കിൽ നമ്മളെ വേണമെങ്കിൽ ബന്ദിയാക്കപ്പെടാവുന്ന ഒരു കാര്യം നമ്മുടെ പ്രവാസികൾ തന്നെയാണ്. മറ്റൊന്ന്, 27ഓളം നമ്മുടെ കപ്പലുകളെ ഹോർമുസ് കടലിലേക്ക് തടഞ്ഞിട്ടിരിക്കുകയാണ്. ഇറാൻ പറഞ്ഞിരിക്കുന്നത് ചൈനീസ് കപ്പലുകൾക്ക് മാത്രം പോകാനും വരാനുമുള്ള പെർമിഷൻ ഞങ്ങൾ കൊടുക്കുന്നുള്ളൂ, വേറെ ആരും ഇതിനകത്ത് കയറുകയും വേണ്ട, ഒരുത്തിനും ഇതിന്റെ പുറത്തേക്ക് പോവുകയും വേണ്ട എന്നാണ് പറയുന്നത്. ഇതിനിടയിൽ അവർ ചെയ്ത മറ്റൊരു കാര്യം, നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നൊരു കാര്യമാണ്, എണ്ണ പടരുന്ന കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു സമുദ്രത്തിലൊക്കെ. ഇന്ന് കുവൈറ്റിന്റെ തീരത്ത് ഒരു എണ്ണ ടാങ്കർ അടിച്ചിട്ടുണ്ട്, അത് എണ്ണ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട്. അതിപ്പോ ഈ സമയത്ത് നമുക്ക് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ഇത് കഴിയുമ്പോഴാണ് ഇതിന്റെ ഈ കടൽ പക്ഷികൾ ഉൾപ്പെടെയുള്ളത് ചത്തുപോകുന്ന കാര്യങ്ങൾ, കാലാവസ്ഥയിൽ ഉണ്ടാക്കുന്ന വ്യതിയാനങ്ങൾ, ഇതൊക്കെ നമുക്ക് വേറൊരു ഡിബേറ്റ് ചർച്ച ചെയ്യാവുന്നതാണ്. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മുൻപോട്ട് പോവുകയാണ്. അതായത് ഇസ്രയേലും അമേരിക്കയും ഇറാനെ മാത്രം ടാർഗറ്റ് ചെയ്യുമ്പോൾ ഇറാൻ ഒരേ സമയം തന്നെ മിഡിൽ ഈസ്റ്റിലെയും യൂറോപ്യൻ രാജ്യങ്ങളെയും ഒപ്പം തന്നെ ഏഷ്യയിലെ അസർബൈജാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ കൂടെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിന്ന് അടിക്കുകയാണെന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതായത് കൃത്യമായി തന്നെ അവരൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. ഒരുപക്ഷെ ഈ യുദ്ധം അവസാനിച്ചേക്കാമായിരിക്കാം, ഇറാൻ ഒരു വലിയ തകർച്ചയെ നേരിട്ടേക്കാമായിരിക്കാം. പക്ഷെ നാളെ ഇറാനിൽ വളർന്നു വരുന്ന ഒരു ഗ്രൂപ്പുകൾ ഇപ്പോഴേ ലക്ഷ്യമിട്ട് വെച്ചിരിക്കുന്ന രാജ്യങ്ങളിലൊന്നും ഈ അസർബൈജാനും തുർക്കിയും ഒക്കെ ആണ് എന്നുള്ള കാര്യം ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. അതായത് അത് ഒരുപക്ഷെ ഭീകര സംഘടനകളുടെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ ചാവേർ സ്ഫോടനങ്ങളുടെ രൂപത്തിലായിരിക്കും. ഇതെല്ലാം മാറുകയാണ്. അതായത് ജിയോ പൊളിറ്റിക്സ് എന്നും പൊതുവിൽ പൊളിച്ചെഴുതുന്ന ഒന്നാണ്. പാകിസ്ഥാൻ ഇപ്പോൾ ഗത്യന്തരമില്ലാതെ പറയേണ്ട ഒരു സാഹചര്യം വന്നു. നിലവിൽ തന്നെ പാകിസ്ഥാൻ ചൈനയുടെ ഒരു സഖ്യകക്ഷിയാണ്, ചൈനയുടെ സഖ്യകക്ഷിയാണ്, അതോടൊപ്പം തന്നെ അമേരിക്കയുടെ സഖ്യകക്ഷിയാണ്. ഈ യുദ്ധത്തിൽ പാകിസ്ഥാൻ ഒരു നിലപാടെടുക്കണം എന്നൊരു ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ദൈവം സഹായിച്ചുകൊണ്ട് ഈ അറബ് നാറ്റോ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായത്. അറബ് നാറ്റോ ഉണ്ടായതുകൊണ്ട് പാകിസ്ഥാൻ തടിയൂരാൻ എളുപ്പമായി. കാരണം അറബ് നാറ്റോയുടെ ഭാഗമാണല്ലോ സൗദി അറേബ്യ. അപ്പോൾ സൗദി അറേബ്യ ആക്രമിച്ച് ഞങ്ങൾ വരുമെന്ന് പറയാൻ എളുപ്പമുള്ള കാര്യമായി. നേരെ മറിച്ചാണെങ്കിൽ പാകിസ്ഥാൻ പെട്ടുപോയാൽ. അപ്പോൾ സൗദിയുടെ പിന്തുണ കൊടുത്തുകൊണ്ട് പാകിസ്ഥാൻ 900 കിലോമീറ്ററാണ് ഇറാനും പാകിസ്ഥാനും തമ്മിൽ അതിർത്തി പങ്കിടുന്നത്. പാകിസ്ഥാൻ ഇതുവരെ ഇറാൻ അറ്റാക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ പാകിസ്ഥാൻ ഇപ്പോൾ മുന്നറിയിപ്പ് ഇറാന് കൊടുത്തു. ഇറാൻ വിദേശകാര്യമന്ത്രിയെ വിളിച്ചു പറഞ്ഞു, ഇനി സൗദി ആക്രമിക്കരുത്, ആക്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനെതിരെ ഒരു റിയാക്ട് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു സാഹചര്യം വരുമ്പോൾ ഈ യുദ്ധം പാകിസ്ഥാനിലേക്കും വരാം. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോ നമ്മുടെ പടിവാതിലിൽ എത്തിയിട്ടുണ്ട്, അസർബൈജാൻ വരെ എത്തിയിട്ടുണ്ട്. ഇനി അത് പാകിസ്ഥാനിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ പാകിസ്ഥാന് പിന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഇന്ത്യ ചൊറിയുക, ഇല്ല ഇന്ത്യയുടെ വാങ്ങിക്കൂട്ടുക. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യയും ഈ യുദ്ധത്തിലേക്ക് പതുക്കെ അടുക്കുകയാണോ എന്നൊരു സംശയം എല്ലാ തലത്തിലും ഉയരുന്നുണ്ട്. ഇപ്പോഴത്തെ കാഴ്ചകൾ കാണുമ്പോൾ നമുക്കും ഏകദേശം അങ്ങനെ തോന്നുന്നു. പക്ഷെ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇറാനോ അമേരിക്കയോ ഇസ്രായേലോ മറ്റു രാജ്യങ്ങളോ ഇന്ത്യ ആക്രമിക്കാൻ സാധ്യതയില്ല. പക്ഷെ നമ്മുടെ അടുത്തുള്ള പാകിസ്ഥാനെ വരെ ആക്രമിക്കാനുള്ള സാധ്യതകളും വഴികളും ഇപ്പോൾ ഏതാണ്ടൊക്കെ തെളിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും.